പ്രിയപ്പെട്ടവരെ, ഇത് ദൈവകരുണയുടെ പുലർകാല വിചിന്തനം. ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും ഈ പകലിൽ നമ്മളെ പൊതിഞ്ഞു നിൽക്കട്ടെ. ദൈവം തൻ്റെ അൻപാർന്ന കരങ്ങൾ കൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ച് ദൈവം അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചനം കേൾക്കാം. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്ന് വിവശമായി തീരുന്നൊരു കാലത്ത് അവർക്ക് കുടിവെള്ളം നഷ്ടപ്പെടുന്നു. മോശയ്ക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും പിറുപിറുക്കുകയും മോശയെയും ദൈവത്തെയും അവഹേളിക്കുകയും ചെയ്യുന്നു. വ്രണിതനായി തീരുന്ന മോശ ദൈവത്തിൻ്റെ സമാഗമ കൂടാരത്തിനുള്ളിൽ കയറി ദൈവത്തോട് പരാതി പറയുന്നു. ദൈവം പറഞ്ഞു, നീ ഈ ജനത്തെയും കൂട്ടിക്കൊണ്ട് മാറ എന്ന സ്ഥലത്ത് ചെല്ലുക. അവിടുത്തെ പാറയുടെ നേർക്ക് നീ നിന്റെ കയ്യിലിരിക്കുന്ന വടി ഉയർത്തുക. അപ്പോൾ അവിടെ നിന്ന് ജലം പുറപ്പെടും. ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ചീത്തയും അപരാധങ്ങളും കേട്ട് മനസ്സ് തളർന്ന മോശ ജനത്തിൻ്റെ അരികിലേക്ക് ചെന്നു. ജനത്തോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെള്ളം തരും. എന്നിട്ട് മാറയിലെ പാറക്കൂട്ടത്തിനരികിലേക്ക് പോയി. ആ പാറക്കൂട്ടത്തിനരികിൽ ചെന്ന് ദൈവമായ കർത്താവ് പറഞ്ഞതിന് വിരുദ്ധമായി അതുവരെ മനസ്സിനകത്ത് ഒതുക്കി വെച്ച മുഴുവൻ അമർഷവും പുറത്തെടുത്ത് മോശ ആ പാറക്കെട്ടിലേക്ക് ആഞ്ഞടിച്ചു. അവിടെ നിന്ന് വെള്ളം വന്നു. ജനം വെള്ളം കുടിച്ചു, സംതൃപ്തരായി. പക്ഷെ അടുത്ത നിമിഷം മോശയുടെ ചെവിക്കകത്തൊരു കാര്യം മുഴങ്ങി: നീ എൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ടും നീ എൻ്റെ നാമത്തിന് മഹത്വം നൽകാത്തത് കൊണ്ടും നീ വാഗ്ദത്ത മണ്ണ് കാണുകയില്ല. നീ എൻ്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ടും നീ എൻ്റെ നാമത്തിന് മഹത്വം നൽകാത്തത് കൊണ്ടും നീ വാഗ്ദത്ത മണ്ണ് കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, മോശയോട് ദൈവം പറഞ്ഞത്, നീ പാറക്കെട്ടിന് നേർക്ക് നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ നീട്ടിപ്പിടിക്കണം. പക്ഷെ മോശ ചെയ്തത് എന്താണ്? കൽപ്പന ലംഘിച്ച് ആ പാറക്കൂട്ടത്തിലേക്ക് അടിച്ചു. ഇനി ദൈവമായ കർത്താവാണ് ഇസ്രായേൽ മക്കൾക്ക് വെള്ളം കൊടുത്തത്. മോശ അവരോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വെള്ളം നൽകും. മോശ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം നൽകിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹമുള്ളവനായി ജീവിക്കുവാൻ, കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങൾ അവകാശമാക്കുവാൻ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും വലിയ ധർമ്മം ദൈവത്തിൻ്റെ തിരുവചനത്തിന് സാക്ഷ്യം നൽകുവാനും അനുസരിക്കുവാനും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം നൽകുവാനും ഒരാൾക്ക് കഴിയണം. കാരണം നിന്റെ ജീവിതത്തിൽ നിനക്ക് തനതായി ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയുമില്ല. എല്ലാം കർത്താവിൻ്റെ ദാനമാണെങ്കിൽ ആ ദാനജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഓരോ നിമിഷവും നിന്റെ അധരങ്ങളിൽ ഉയരേണ്ട കൃപയുടെ വാക്ക് എൻ്റെ ദൈവത്തിന് മഹത്വമെന്ന് പറയാൻ കഴിയണം. കാരണം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ഉണർന്നെഴുന്നേറ്റുവെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം നിനക്ക് കാണാൻ പറ്റിയെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാലാണ്. ഈ പ്രഭാതത്തിൽ നീ കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർന്നെഴുന്നേറ്റിരുന്ന് ദൈവമേ നിൻ്റെ തിരുനാമത്തിന് മഹത്വമെന്ന് പറയാൻ പറ്റിയാൽ നീ നന്ദിയുള്ള മനുഷ്യനായിട്ട് മാറും. അതോടൊപ്പം തന്നെ കർത്താവ് ഇന്ന് നിൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവിക കൽപ്പനകളും വചനങ്ങളുമുണ്ട്. അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുൻപിലോട്ട് പോകുമെങ്കിൽ തേനും പാലും ഒഴുകുന്ന അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നിൻ്റെ ദൈവം നിൻ്റെ കൺമുമ്പിൽ കർത്താവ് നൽകും. അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം: കർത്താവേ, ഒരിക്കലും നിൻ്റെ നിയമങ്ങൾ ലംഘിക്കുവാൻ എനിക്ക് അനുവാദം നൽകരുതേ. നിയമത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതൊരു പ്രവൃത്തിയിലും ദൈവനാമത്തിന് മഹത്വം നൽകുവാൻ പറ്റുന്ന മനസ്സ് നൽകണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ആബാ, സ്വർഗീയ പിതാവേ, ഈ പകലിൽ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണമേ. ആമേൻ.